أعوذ بالله من الشيطان الرجيم. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أن من الله علينا لخسف بنا ويكأنه لا يفلح الكافرون. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. من جاء بالحسنة فله خير منها ومن جاء بالسيئة فلا يجزى الذين عملوا السيئات إلا ما كانوا يعملون. صدق الله العلي العظيم. നാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ള ഖാറൂൻ മുതലാളിയുടെ ചരിത്രമാണ് കഴിഞ്ഞ ആഴ്ച വിവരിച്ചത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നാം വിവരിക്കാൻ പോകുന്നത്. ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ പെട്ട ആളായിരുന്നു എന്നല്ല, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിതൃവ്യ പുത്രൻ കൂടിയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ ഈജിപ്തിലെ ഭൂരിപക്ഷ സമുദായമായ കിബ്തികൾ അവരുടെ ചക്രവർത്തിയായ ഫറോവ അഥവാ ഫിർഔൻ, ഈ ഫിർഔനും ഭൂരിപക്ഷ ജനതയും അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പീഡകന്മാരോടൊപ്പം ചേർന്നുകൊണ്ടായിരുന്നു ഖാറൂൻ മുതലാളിയുടെ നിൽപ്പ്. എക്കാലത്തും ഇങ്ങനെ സ്വന്തം സമുദായത്തിനെതിരെ പീഡകന്മാരോടൊപ്പം നിലയുറപ്പിച്ചവർ ഉണ്ടായിരുന്നു. ഇക്കാലത്തും അത്തരക്കാർ ഉണ്ട് എന്ന് നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അവന്റെ ഈ വഴിവിട്ട പോക്കിനെതിരെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം അഥവാ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ, മൂസാ നബി ജീവിക്കുന്നത് BC 1200 3 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ മുസ്ലിങ്ങൾ അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ അവന് ഉപദേശം നൽകി അവനെ ഈ വഴിവിട്ട പോക്കിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും ഫലം ചെയ്തില്ല.
അവൻ അവന്റെ ആ ദുർമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തനിക്ക് ഈ സാമ്പത്തിക സൗകര്യങ്ങളും ഈ സ്വാധീനവുമെല്ലാം ഉണ്ടായിട്ടുള്ളത് തന്റെ കഴിവും യോഗ്യതയും കൊണ്ടാണ്. താൻ അത് അർഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് ഇത് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ആ ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തോട് പറഞ്ഞത്. അല്ലാഹു തആല അവനോട് അവന്റെ പ്രസ്താവന ഉദ്ധരിച്ച ശേഷം പറഞ്ഞു, അവലം യഅലം അന്ന അല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ. ഇവന് മുൻപ് എത്ര തലമുറകളെയാണ് ഇവനേക്കാൾ യോഗ്യരും ഇവനേക്കാൾ സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ളവരായി അല്ലാഹു തആല നശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ദഅവത്ത് ലഭിച്ച ശേഷം നേരായ മാർഗത്തിലേക്ക് വരാതെ ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നശിപ്പിക്കുമ്പോൾ വലാ യുസ്അലു അൻ ദുനൂബിഹിൽ മുജ്രിമൂൻ, ആ കുറ്റവാളികളോട് ചോദിച്ചുകൊണ്ടല്ല അല്ലാഹു തആല അവരെ നശിപ്പിക്കുക. സമയമെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉന്മൂലനാശം വരുത്തുക തന്നെ ചെയ്യും. അങ്ങനെ എത്രയോ തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവന് ഈ ഉപദേശങ്ങളൊന്നും ഫലം ചെയ്തില്ല. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, അവൻ തന്റെ എല്ലാവിധ പണക്കിലുക്കത്തോടെയും അഹങ്കാരത്തോടെയും അവന്റെ ശിൽബന്ധികളുമായി ഫീ സീനതിഹി, അവൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവൻ പുറപ്പെടുമ്പോൾ അവന്റെ മുന്നിലും പിന്നിലും ഇടതും വലതുമൊക്കെ അവന്റെ പരിചാരകന്മാർ, അവനിങ്ങനെ വീശിക്കൊടുക്കാൻ ആളുകള്, അവനിങ്ങനെ മാലീഷ് ചെയ്തു കൊടുക്കാൻ പരിചാരകന്മാർ, അവന്റെ പണവും പ്രതാപവും പ്രകടിപ്പിക്കുന്ന വാഹനങ്ങൾ, ഇങ്ങനെ വമ്പിച്ച അഹന്തയോടും അഹങ്കാരത്തോടും കൂടിയാണ് അവൻ യാത്ര ചെയ്യുക. അങ്ങനെ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, അവൻ അവന്റെ എല്ലാവിധ അലങ്കാരത്തോടും കൂടി അങ്ങ് പുറപ്പെട്ടു തന്റെ ജനതക്കിടയിലൂടെ. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, അങ്ങനെ ഇവന്റെ ഈ പുറപ്പാട് കണ്ടപ്പോൾ, അവന്റെ ആ പത്രാസും പ്രതാപവും എല്ലാം കണ്ടപ്പോൾ, ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ ധാടിയും മോടിയും ആഗ്രഹിക്കുന്ന അവന്റെ ജനതയിൽ ഉള്ളവർ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഈ ഖാറൂന് നൽകപ്പെട്ടതുപോലെ തങ്ങൾക്കും നൽകപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നഹു ലദു ഹദ്ദിൻ അദീം, അവൻ മഹാസൗഭാഗ്യവാൻ തന്നെയാണ് കേട്ടോ. എക്കാലത്തുമുള്ള പൊതുജനങ്ങളുടെ സമീപനം ഇതാകുന്നു. പൊതുജനങ്ങൾ ഹക്കും ബാത്തിലും നോക്കുകയില്ല, എങ്ങനെ സമ്പാദിച്ചതാണ് എന്ന് നോക്കുകയില്ല, അവൻ നേരായ മാർഗത്തിലാണോ ദുർമാർഗത്തിലാണോ എന്നൊന്നും നോക്കുകയില്ല. ചിലപ്പോൾ ജനങ്ങളുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച പലിശയിലൂടെ പണക്കാരനായതായിരിക്കാം. അതല്ലെങ്കിൽ അതുപോലെ വലിയ അഴിമതിയും എല്ലാം നടത്തിക്കൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ കുടവയർ ഉണ്ടാക്കിയവനായിരിക്കാം. പക്ഷേ അവരുടെ പത്രാസെല്ലാം കാണുമ്പോൾ അങ്ങനെ തങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ജനങ്ങൾ അതാണ് പറയുക. അക്കാലത്തുള്ള ആ ജനതയിൽപ്പെട്ട ഐഹിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവരും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നഹു ലദു ഹദ്ദിൻ അദീം, അവൻ എന്തൊരു ഭാഗ്യവാനാണ്. ഇത് കേട്ടപ്പോൾ വഖാലല്ലദീന ഊതുൽ ഇൽം, ജ്ഞാനം നൽകപ്പെട്ട സത്യവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഇത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പറയേണ്ട വർത്തമാനമാണ്. അഥവാ
നാം പുലർത്തേണ്ട നിലപാട് ഇതാകുന്നു. എന്താണ്? വൈലക്കും. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയും ചുമ്മാതിരി, മിണ്ടല്ലടോ, നീ എന്താ ഈ പറയുന്നത്? വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാകുന്നു മഹത്തരം. ഈ പ്രതിഫലം എന്നാൽ പാരത്രിക ലോകത്തുള്ള സ്വർഗം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല കൽപ്പിച്ച മാർഗത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ഹലാലായത് മാത്രം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്തൊന്നാണോ ലഭിക്കുന്നത് അതെത്ര കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതാകുന്നു ഏറ്റവും മഹത്തരമായത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഉച്ചക്ക് ചോറ് തിന്നാൻ കഴിയുകയില്ല, കഞ്ഞിയാണ് കുടിക്കാൻ കഴിയുമെങ്കിൽ ആ കഞ്ഞിയാണ് ഉത്തമം. ഇവനെ പോലെ വലിയ പത്രാസിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. ചെറിയ ഒരു ഇരിക്കക്കൂരയായിരിക്കാം, പരിമിതമായ ലൗകിക സൗകര്യങ്ങളായിരിക്കാം, പക്ഷേ അതാണ് ഉത്തമം. ഇവനെ പോലെ സ്വന്തം ജനതയെ പീഡിപ്പിക്കുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ പുറം ചൊറിഞ്ഞുകൊണ്ട് അവന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ പത്രാസുകൾ, ഈ സൗകര്യങ്ങൾ, അതല്ല കാര്യം, അതിലൊരു കാര്യവുമില്ല. വലാ യുലഖാഹാ ഇല്ലാ സ്വാബിറൂൻ. ഇവിടെ ഒരു ഹദീസിൽ വന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ 2-3 തട്ടുകളാക്കി തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വിഭാഗം അല്ലാഹു തആല ധാരാളം ധനം നൽകി, അത് രാവിലും പകലിലും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലും പകലിലും രഹസ്യമായും പരസ്യമായും ഖൈറായ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അവരാകുന്നു ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. എന്നാൽ വേറൊരാൾ ഇത് കാണുന്നു, അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ്, എനിക്കും അല്ലാഹു തആല ഇദ്ദേഹത്തിന് നൽകിയതുപോലെയുള്ള സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ എനിക്കും ഖൈറായ മാർഗത്തിൽ ചിലവഴിക്കാമായിരുന്നു, ഇദ്ദേഹത്തെ പോലെ അള്ളാഹുവിന്റെ പ്രീതിയും പുണ്യവും നേടാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ലാത്ത ആളും പ്രതിഫലത്തിൽ അദ്ദേഹത്തെ പോലെയാണ്, തുല്യനാണ്. കാരണം അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ ചെലവഴിക്കണമെന്ന ആഗ്രഹം, നീയത്താണ് അദ്ദേഹത്തിനുള്ളത്. നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകുന്നു. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം, അല്ലാഹു തആല ധാരാളം ധനം നൽകി, അവനത് പത്രാസ് അടിച്ചുകൊണ്ട് ഹഖും ബാത്തിലുമില്ലാതെ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ അല്ലേ എന്നൊന്നും നോക്കാതെ ദുർവ്യയവും അതിർ കവിച്ചലും അഹങ്കാരവും ഒക്കെയായി ജീവിക്കുകയാണ്. അവനാകുന്നു ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ. നാലാമത്തെയാൾ ഇത് കാണുന്നു. ഈ ഖറൂൻ മുതലാളി ജീവിക്കുന്നത് പോലെ അവൻ അവന്റെ പത്രാസും അവന്റെ പൊങ്ങച്ചവും കാണിച്ചുകൊണ്ട് ഇങ്ങ് ജനമധ്യത്തിലേക്ക് ഇറങ്ങി. ഇത് കണ്ടവൻ ആഗ്രഹിക്കുന്നു, എനിക്കും ഇതുപോലെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇവനെ പോലെ ഞാനും അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു. ഇവനും ആ പൊങ്ങച്ചത്തോടു കൂടി ജീവിക്കുന്നവനും പാപത്തിൽ പങ്കാളികളാണ്. കാരണം ഇവന്റെ നീയത്ത് മുഖേന ഇവന് സമ്പത്ത് ലഭിച്ചില്ല എന്നത് മാത്രമാണ് അവനെ പോലെ അഹങ്കാരിയായി ജീവിക്കുന്നതിന് ഇവന് തടസ്സമായിട്ടുള്ളത്. ഇങ്ങനെ 4 വിഭാഗക്കാരാണ് ജനങ്ങൾ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുക.
നമുക്ക് അല്ലാഹു തആല ധനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഖൈറായ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ ഏറ്റവും ഉത്തമന്മാരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പരിശ്രമിക്കുക. ഇനി അഥവാ നമുക്ക് അങ്ങനെ സാമ്പത്തിക ശേഷി നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ, അള്ളാഹുവേ, എനിക്ക് നീ സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പോലെ ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന നല്ല നീയത്ത് വെച്ച് പുലർത്തുക. ഈ നീയത്ത് കൊണ്ട് മാത്രം നമുക്ക് അള്ളാഹുവിന്റെ പുണ്യവും പ്രതിഫലവും പ്രീതിയും കരസ്ഥമാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഖാറൂൻ മുതലാളിയെ കണ്ടപ്പോൾ ആ ജനത, ഐഹിക ജീവിതം ആഗ്രഹിക്കുന്നവർ പറഞ്ഞ വർത്തമാനം ഇതാണ്. അപ്പോൾ അത് കേട്ട സത്യവിശ്വാസികൾ അവരെ തിരുത്താൻ ശ്രമിച്ചു. ആ ദൗത്യം ഇന്ന് നിർവഹിക്കേണ്ടവർ നാം ആകുന്നു. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. വിജ്ഞാനം നൽകപ്പെട്ട ഈ സത്യവിശ്വാസികൾ അവരുടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹു തആല നേരായ മാർഗത്തിൽ ജീവിക്കുക മുഖേന എന്താണോ നൽകിയത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് മഹത്തരം എന്ന് ഇവർ പറഞ്ഞു. ഒരു ഹദീസിൽ എന്താണ് തഖ്വ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവരിച്ചത് മുമ്പൊരു ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊന്ന് ബിൽ ഖലീൽ, അല്ലാഹു തആല എന്താണോ ഖളാ ആക്കിയിട്ടുള്ളത്, നമുക്ക് വിധിച്ചിട്ടുള്ളത്, അത് എത്ര കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അതാണ് നാം വേണ്ടത്. നന്മയുടെ കാര്യത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, ആഖിറത്തിന്റെ പ്രവർത്തനങ്ങളിൽ നാം നമ്മെക്കാൾ മേലേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം. എന്നാൽ ഐഹിക ജീവിതത്തിന്റെ വിഷയത്തിൽ, ഭൗതിക സുഖ സൗകര്യങ്ങളുടെ വിഷയത്തിൽ നമ്മെക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്കാണ് നോക്കേണ്ടത്, വലിയ വലിയ നമ്മെക്കാൾ മേലെയുള്ള മുതലാളിമാരിലേക്കല്ല. അപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം, നിഅമത്തുകൾ കാണാനും അതിന് അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യാനും നമുക്ക് സാധിക്കുക. ഈ സത്യവിശ്വാസികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. അല്ലാഹു തആല നൽകിയത് തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നല്ല സാബിരീങ്ങൾക്ക്, ക്ഷമാശീലന്മാർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ക്ഷമയെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ 3 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി 3 വിഭാഗം ക്ഷമ. ഒന്ന് അസ്സബ്റു അലത്താഅ, അല്ലാഹു തആല അനുസരിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ പുലർത്തേണ്ട ക്ഷമ. രണ്ടാമത്തേത് അസ്സബ്റു അനിൽ മഅസിയ, അല്ലാഹു തആല വിരോധിച്ച, അല്ലാഹു തആലക്ക് അഹിതകരമായ കാര്യങ്ങളിൽ പെട്ടുപോകുന്നതിനെതിരെയുള്ള ക്ഷമ. മൂന്നാമത്തേത് അസ്സബ്റു അലൽ ബലാ, ജീവിതത്തിൽ മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, ആഫത്തുകൾ, അതിൽ ഉള്ള ക്ഷമ. ഇങ്ങനെ 3 വിധമാകുന്നു ക്ഷമ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ ഏതാകുന്നു? ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ ഏതാകുന്നു? ഒന്നാമതായി ഈ 3 ക്ഷമയെ കുറിച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാം. അസ്സബ്റു അലത്താഅ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിലുള്ള ക്ഷമ. ഉദാഹരണമായി 5 വക്ത് നമസ്കാരം. 5 വക്ത് നമസ്കാരം കൃത്യമായി അതാതിന്റെ സമയത്ത് അനുഷ്ഠിച്ചു കൊണ്ട് ജീവിക്കണമെങ്കിൽ അല്പം ക്ഷമ ആവശ്യമാണ്. പ്രത്യേകിച്ച് നല്ല സുഖ സുഷുപ്തിയിൽ, നല്ല തണുപ്പുള്ള രാത്രികളിൽ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും തണുപ്പുമൊക്കെയാണ്. ഗൾഫിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം തണുപ്പിനും ചൂടിനും ഒക്കെ ബെഡ്റൂമിൽ നല്ല തണുപ്പാണ്. ആ നല്ല തണുപ്പ് വേളയിൽ സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് വദു എടുത്തുകൊണ്ട് നമസ്കരിക്കുക. ആ 5 വക്ത് നമസ്കാരങ്ങളും അതിന്റെ സമയങ്ങളിൽ നിർവഹിക്കുക അല്പം ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. നോമ്പിന്റെ കാര്യം പറയേണ്ടതില്ല. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലങ്ങളിൽ, ഗൾഫിലൊക്കെ നല്ല ചൂടുകാലത്താണ് ഇപ്പോൾ നോമ്പ് ഉള്ളത്.
നമ്മുടെ നാട്ടിലും വേനൽക്കാലത്താണ് നോമ്പുള്ളത്. പക്ഷെ നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ നല്ലപോലെ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്. ഹജ്ജ് ധാരാളം ക്ഷമ ആവശ്യമുള്ള കർമ്മമാണ്. ഇസ്ലാമിന്റെ തൂണുകളൊക്കെ തന്നെ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി മാത്രമേ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന സേവിക്കുന്ന കാര്യം, അവർക്ക് രോഗമാകുമ്പോൾ ഉറക്കമിളക്കേണ്ടി വരും. ഒരുപക്ഷെ ആശുപത്രിയിൽ ആ പരിമിതമായ സൗകര്യങ്ങളിൽ ഉറക്കമിളച്ചുകൊണ്ട് യഥാസമയങ്ങളിൽ ആഹാരം കഴിക്കാതെ അവരെ ശുശ്രൂഷിക്കേണ്ടി വന്നേക്കും. അപ്പോഴൊക്കെ ക്ഷമ ആവശ്യമാണ്. അസ്സബ്റു അലത്താഴ. ഇനി രണ്ടാമത്തേത്, അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് മനുഷ്യനെങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും നാനാഭാഗത്തു നിന്നും. ഒന്ന് ഷെയ്ത്താൻ മനുഷ്യനെ തെറ്റായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിരന്തരം തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ മനുഷ്യനെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും, അതിന് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. അതിനൊക്കെ പുറമെ അതിനേക്കാൾ പിശാചിനേക്കാൾ വലിയൊരു സംഗതിയാണ് മനുഷ്യന്റെ നഫ്സ്, മനുഷ്യന്റെ ഹവ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസൂഅ്. മനുഷ്യന്റെ മനസ്സ് അത് തെറ്റായ കാര്യങ്ങളിലേക്ക് ലഅമ്മാറത്തുൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. യുവതീ-യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ ചോദനകൾ, ശാരീരികമായ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അതിലേക്ക് ഇങ്ങനെ മനുഷ്യന്റെ നഫ്സ്, അവന്റെ ഹവ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നാം ഇവിടെ കണ്ട ഖാറൂൻ മുതലാളിയുടെ കാര്യം. ഈ ലോകത്ത് പലരും നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ആഡംബര ജീവിതം നയിക്കുമ്പോൾ അങ്ങനെ ആ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മുടെ ഹവ നമ്മെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ഹലാലല്ലാത്ത ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ ശമ്പളം കിട്ടുന്നുണ്ട്, പുറമെ കിമ്പളവും കൂടി വാങ്ങിക്കൊണ്ട് നല്ല സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഇങ്ങനെ ലഅമ്മാറത്തുൻ ബിസൂ, തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അനുനിമിഷം മനുഷ്യനെ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശക്തികൾക്ക് പുറമെ സ്വന്തം ഹവ, സ്വന്തം അഭീഷ്ടം, സ്വന്തം മനസ്സ് തന്നെ മനുഷ്യനെ ഈ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രേരണക്ക് വശംവദരാകാതെ, അത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യമാണ്, അല്ലാഹു തആലക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തും. അത് എന്റെ ദുന്യവിയും ഉഖ്റവിയുമായ വിജയത്തിന് പ്രതിബന്ധമായി തീരും. നാളെ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ബോധത്തോടുകൂടി, എന്ന വിശ്വാസത്തോടുകൂടി ഈ ഹറാമിനെതിരെ അസ്സബ്റു അനിൽ മഅസിയ, ഈ ഹറാമായ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഉള്ള ക്ഷമ, ഇത് രണ്ടാമത്തെ ക്ഷമ. മൂന്നാമത്തേത് അസ്സബ്റു അലൽ ബലാ, പരീക്ഷണങ്ങളിൽ, ആഫത്തുകളിലുള്ള ക്ഷമ. ചിലപ്പോൾ ഗുരുതരമായ രോഗം ബാധിക്കും, നല്ല വേദന അനുഭവപ്പെടുന്ന രോഗമായിരിക്കും ക്യാൻസർ പോലെയുള്ള. അതുപോലെ തന്നെ അപകടങ്ങളിൽ നമ്മുടെ പല അവയവങ്ങളും നഷ്ടപ്പെടാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉറ്റവരും ഉടയവരും നമ്മോട് വിട പറയാം. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കച്ചവടം നശിക്കാം, കൃഷി നശിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ മുതലായ പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള ബലാഉകൾ, വിപത്തുകൾ സംഭവിക്കാം. അപ്പോഴൊക്കെ അവലംബിക്കേണ്ട ക്ഷമ. ഇങ്ങനെ ഈ മൂന്ന് ക്ഷമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ ഏതാകുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ഷമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സബ്റു അനിൽ മഅസിയ, തിന്മക്കെതിരെയുള്ള ക്ഷമയാണ്.
കാരണം അനുനിമിഷം അത് മനുഷ്യനെ തെറ്റായ കാര്യത്തിലേക്ക് ഇങ്ങനെ വിവിധ ശക്തികൾ നയിച്ചുകൊണ്ടിരിക്കും, പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ക്ഷമ അവലംബിച്ചുകൊണ്ട് അല്ലാഹു തആല ഹലാലാക്കിയ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നല്ല സബൂർ ആവശ്യമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ. അതാണ് ഇവിടെ ഖാറൂൻ മുതലാളിയുടെ ഹവഭാവങ്ങൾ കണ്ടപ്പോൾ ഈ ഖൗമിന് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ജനങ്ങൾക്ക് നഷ്ടപ്പെടാറുള്ളത് ഈ ക്ഷമ തന്നെയാണ്. നാം ആ ക്ഷമയുടെ കാര്യം ഒന്ന് ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഹറാമായ ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല, നല്ല സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ബാങ്കുകൾ ഇൻഷുറൻസിന്റെ അതിന്റെ പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങളിലൂടെ മറ്റും നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. വീടുണ്ടാക്കുന്ന കാര്യത്തിൽ, വാഹനം മേടിക്കുന്ന കാര്യത്തിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അല്ലാഹു തആല ഹറാമാക്കിയ ഈ സബഉൽ മുബീഖാത്തിൽപ്പെട്ട ആ സംഗതി ഞാൻ ചെയ്യുകയില്ല. ഒരു ചില്ലിക്കാശ് ഞാൻ ആ മാർഗത്തിൽ എടുക്കുകയില്ല, ആരിൽ നിന്നും പലിശ ഈടാക്കുകയില്ല. ഇങ്ങനെ അല്ലാഹു തആല ധിക്കരിക്കുന്ന കാര്യത്തിൽ നാം സബൂറിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷമ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റുള്ളതൊക്കെ ബലാ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതല്ല, വല്ലപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമ, കുറെ ക്ഷമ ആവശ്യമാണ് എന്നത് ശരിയാണ്. പക്ഷേ അങ്ങനെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മാനസിക സംതൃപ്തിയും അതിൻ്റെ ദുന്യവിയായ ഫലങ്ങളുമെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹറാമിന്റെ കാര്യം മറ്റൊന്നാണ്. അതിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും, നമ്മെ തള്ളിയിടാൻ വേണ്ടി. ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വലൗ അന്ന ശഖ്സൻ തറക മഅസിയതൻ ലിഅജലില്ലാഹി തആല, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ, അത് ഉപേക്ഷിച്ചാൽ, ഈ ഐഹിക ജീവിതത്തിൽ തന്നെ അതിന്റെ സമറത്ത്, അതിന്റെ ഫലം അവന് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഫലവും അവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ കാണാൻ സാധിക്കും. പാരത്രിക ലോകത്താവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമാശീലന്മാർക്ക് പാരത്രിക ലോകത്ത് അതിന്റെ പ്രതിഫലം ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ നൽകുന്നതാകുന്നു. നാളെ സ്വർഗത്തിൽ കാല് കുത്തണമെങ്കിൽ ക്ഷമ കൂടിയേ തീരൂ. ക്ഷമാശീലന്മാർക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അങ്ങനെ സത്യവിശ്വാസികൾ ഇക്കാര്യം പറഞ്ഞു. ഈ എന്താണ് സംഭവിച്ചത്? ഈ ഖാറൂൻ മുതലാളിയെയും അവന്റെ പരിവാരങ്ങളെയും അവന്റെ സമ്പത്തിനെയും അവന്റെ വീടിനെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. فما كان له من فئة ينصرونه من دون الله, അവനെ സഹായിക്കുന്ന ഒരു സംഘവും ഒരു ശക്തിയും അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. വമാ കാന മിനൽ മുൻതസിരീൻ, അവന് സ്വയം രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല, അവന് സ്വയം സഹായിക്കാനും സാധിച്ചില്ല. വലിയ വീമ്പ് പറഞ്ഞവനല്ലേ, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ സമ്പത്ത്, എന്റെ പണം, എന്റെ സുഖ സൗകര്യങ്ങൾ അതെന്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്, എന്റെ വിജ്ഞാനം കൊണ്ട് ഞാൻ കരസ്ഥമാക്കിയിട്ടുള്ളതാണ് എന്ന് വീമ്പ് പറഞ്ഞവനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ സമ്പത്തിനെയും വീടിനെയും ഒക്കെ ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞപ്പോൾ നാം ലോകത്തിന്റെ പല ഭാഗത്ത് കാണുന്നതാണ്. വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂമി വലിയ ക്രാക്കായിട്ട് റോഡുകൾ, പാലങ്ങളൊക്കെ താഴ്ന്നു പോകുന്നതായിട്ട്
കെട്ടിടങ്ങൾ താഴ്ന്നു പോകുന്നതായിട്ട് ഉരുൾപൊട്ടലിൽ ആഴ്ചകൾക്ക് മുൻപ് നാം കണ്ടു കഴിഞ്ഞതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അള്ളാഹു താലായെ കൂടാതെ അവനെ സഹായിക്കാൻ ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. സ്വയം അവന് രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല. തലേന്ന് അവൻ ഇങ്ങോട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവനെ പോലെ നമുക്കും ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നഹു ലദു ഹദ്ദിൻ അളീം, അവൻ മഹാസൗഭാഗ്യവാനാണ് എന്ന് പറഞ്ഞവരുണ്ടല്ലോ. എന്താണ് അവരുടെ അവസ്ഥ? തൊട്ട തലേ ദിവസം അവനെ പോലെ തങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവർ പറയുന്നവരായി തീർന്നു. രായിക്കു രാമാനം. എന്തെന്നാണ്? അല്ല കേട്ടോ, അല്ലാഹു തആല അവന്റെ ദാസന്മാരിൽ ചിലർക്കൊക്കെ സമ്പത്ത് അങ്ങനെ വാരിക്കോരി കൊടുക്കും. വിശാലമായ ക്ഷേമം അല്ലാഹു തആല നൽകും, ഐശ്വര്യം നൽകും. വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കുടുസായും നൽകും. ഇതൊക്കെ അല്ലാഹു തആലാന്റെ പരീക്ഷണമാണ്. ഒരിക്കലും ഈ ലോകത്തൊരാൾക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അല്ലാഹു തആലാക്ക് അയാളെ വലിയ ഇഷ്ടമാണ്, പെരുത്തി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവന് നൽകിയത് എന്നർത്ഥമില്ല. അവന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് നൽകിയതാണ് എന്നും അർത്ഥമില്ല. ആർക്കെങ്കിലും അല്ലാഹു തആല പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് നൽകിയത്, വലിയ സമ്പന്നതയൊന്നും നൽകിയിട്ടില്ലെങ്കിൽ അവരോട് അല്ലാഹു തആലാക്ക് ഇഷ്ടമില്ല എന്നും അർത്ഥമില്ല. അല്ലാഹു തആല ചിലർക്കൊക്കെ വാരിക്കോരി കൊടുക്കും, ചിലർക്കൊക്കെ അങ്ങനെ കൊടുക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരാ ഈ പറയണത്? ആരാ? പുതുതായിട്ട് ആരെങ്കിലും വന്ന് വല്ല വാഴൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഇൽമ കരസ്ഥാക്കിയിട്ട് പറയാ, അല്ലെങ്കിൽ വല്ല വേദഗ്രന്ഥവും കേട്ട് പഠിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ വല്ല പള്ളി ദർശനം പോയിട്ട് കിതാബ് ഓതിയിട്ട് പറയണോ? അല്ല, തലേ ദിവസം ഈ ഹാറൂനെ പോയ തങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവർ അല്ലാഹു തആല അവനെ ശിക്ഷിച്ചപ്പോൾ, അവൻ ആഴ്ത്തിയപ്പോൾ ഇപ്പൊ പറയാ. ഇത് പുതുതായിട്ട് കിട്ടിയൊരു വിവരമല്ല, എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ മനുഷ്യന്റെ ജീവിതം എന്നാൽ പരീക്ഷണമാകുന്നു. ഇവിടെ അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും, ചിലർക്ക് കൊടുക്കുകയില്ല. ഇതെല്ലാം പരീക്ഷണാർത്ഥമാണ് എന്നത് എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ മാഅസിയത്തിലേക്ക്, ഹറാമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഹവ, മനുഷ്യന്റെ അഭീഷ്ടം, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് അവനെ തെറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും, തള്ളിയിട്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞല്ലോ. മനുഷ്യന്റെ ഹൃദയത്തിൽ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ടല്ലോ. ഇവരുടെ എല്ലാം പ്രേരണയ്ക്ക് വശംവദരായിക്കൊണ്ട് അനിൽ മഅസിയ സബ്റു അനിൽ മഅസിയ, അല്ലാഹു തആലയെ ധിക്കരിക്കുന്നതിനെതിരിൽ സബ്ർ പുലർത്താൻ ഇവർക്ക് സാധിച്ചില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇന്നും അവിടെ തന്നെയാണ് പരാജയം. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടാകുകയാണ്. പുതുതായിട്ടുണ്ടാകുന്ന വിവരമല്ല, വിവരം നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ അടി പറ്റുമ്പോൾ അവിടെ ബോധോദയം ഉണ്ടാവുകയാണ്. പക്ഷെ ആ ബോധോദയം കൊണ്ട് ചിലർക്ക് കാര്യം ഉണ്ടാവും. നശിപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ, ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ചിലർക്കൊക്കെ ഫലം ചെയ്തേക്കാം, അവർക്ക് വീണ്ടും വിചാരമുണ്ടാകാം, അവര് ഈ നേരായ മാർഗത്തിലേക്ക് കടന്നു വരാൻ കാരണമായേക്കാം. അങ്ങനെ ചരിത്രത്തിൽ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ വീണ്ടും തുടർന്ന് പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹു തആല എങ്ങാനും നമ്മോട് കാരുണ്യം കാണിച്ചിരുന്നുവെങ്കിൽ നാമും അവന്റെ കൂടെ ആഴ്ത്തപ്പെട്ടവരിൽ
പെട്ടുപോകുമായിരുന്നു. നമുക്കും അല്ലാഹു തആല ഇങ്ങനെ സമ്പത്തൊക്കെ നൽകി ഇവനെ പോലെ അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി ജീവിച്ചിരുന്നുവെങ്കിൽ നാമും ആഴ്ത്തപ്പെട്ടു പോകുമായിരുന്നു. അല്ലാഹു തആല നമ്മളോട് വലിയ കാരുണ്യമാണ് കാണിച്ചത്, നാം അതിൽ പെട്ടുപോയില്ലല്ലോ എന്നവർ ഇപ്പോൾ ആശ്വസിക്കുകയാണ്. അവസാനം അവർ ഇതും കൂടെ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ധിക്കാരികളായ ആളുകൾ, നന്ദി കെട്ടവർ, അല്ലാഹു തആലയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ, ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അത്തരക്കാർ വിജയിക്കുകയില്ല. ഈ കാര്യം ശരിയായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. 3 ഇൽമുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ യഖീൻ, അതുപോലെ തന്നെ ഹഖ്ഖുൽ യഖീൻ, ഐനുൽ യഖീൻ, ഇങ്ങനെ 3 സംഗതികൾ. ഒന്ന്, വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഈ ലോകത്ത് അതാണ് സാധിക്കുക. വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവിതം പരീക്ഷണമാകുന്നു. ഇവിടെ പരീക്ഷണാർത്ഥം അല്ലാഹു തആല ധാരാളം നൽകും, നൽകാതിരിക്കും. അപ്പോഴൊക്കെ ഇതൊരു ജീവിതമാണെന്ന്, ഇതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ വിജയം വരിക്കാൻ ഇതൊരു ഇൽമുൽ യഖീനാണ്. അതാണ് നമുക്ക് വേണ്ടത്. ആ ഇൽമുൽ യഖീനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഇങ്ങനെ സാധിച്ചില്ലെങ്കിൽ പിന്നീട് വരിക ഐനുൽ യഖീൻ ആണ്, കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഈ ഖാറൂന്റെ വിഷയത്തിൽ ആ ജനതക്ക് ലഭിച്ചത് അതാണ്, ഐനുൽ യഖീൻ. അതുപോലെ തന്നെ മരണമാസന്നമാകുമ്പോൾ മലക്കുൽ മൗത്തിനെ നമ്മൾ നേരിൽ കാണും, അത് ഐനുൽ യഖീനാണ്. പക്ഷെ ആ ഐനുൽ യഖീൻ കൊണ്ട് കാര്യമൊന്നുമില്ല. ആ ഐനുൽ യഖീൻ കൊണ്ട് കാര്യമില്ല. പിന്നീട് നാം ഖബറിലെത്തുന്നു. അവിടെ ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, ഒന്നുകിൽ സ്വർഗ്ഗ പൂന്തോപ്പിൽ നിന്നുള്ള ഒരു പൂന്തോപ്പ്, അല്ലെങ്കിൽ നരകക്കുണ്ടിൽ നിന്നുള്ള ഒരു കുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഐനുൽ യഖീൻ. അതിന്റെ മുൻപ് ഇൽമുൽ യഖീൻ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഇൽമുൽ യഖീനിന്റെ അടിസ്ഥാനത്തിൽ നേരായ മാർഗത്തിൽ ജീവിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുക. പിന്നീട് ഒരു ഹഖ്ഖുൽ യഖീൻ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ശിക്ഷ അനുഭവിക്കുന്ന ഘട്ടമാണ്. അത് സ്വർഗവും നരകവും ഒക്കെ നേരിൽ കാണുകയും നരകത്തിൽ ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. യാതൊരു കാര്യം അതുകൊണ്ടുണ്ടാവുകയില്ല. കാര്യം കിട്ടുക എന്നത് ഇൽമുൽ യഖീൻ, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്മാരിലൂടെ ലഭിച്ച വഹയിന്റെ അടിസ്ഥാനത്തിൽ നാം സത്യവും സന്മാർഗവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. അതിൽ മാത്രമാണ് കാര്യമുള്ളത്. അവസാനമായി അല്ലാഹു തആല ഈ ചരിത്ര സംഭവം അവസാനിപ്പിക്കുകയാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ആ പാരത്രിക ലോകമെന്നാൽ അത് ഈ ഐഹിക ജീവിതത്തിൽ അഹന്തയും അഹങ്കാരവും ഫസാദും ഒന്നും ആഗ്രഹിക്കാത്ത സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടിയാകുന്നു അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ലാ യുരീദുന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ യാതൊരു അഹന്തയും അഹങ്കാരവും കാണിക്കാതെ ജീവിക്കുന്നവർ. വലാ ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാതെ സാധ്യമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ചുരുങ്ങിയ പക്ഷം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഏൽപ്പിക്കാതെ ജീവിക്കുന്നവർക്കാകുന്നു ആ തിൽക്കദ്ദാറുൽ ആഖിറ, പാരത്രിക ഭവനം ഉള്ളത്. അഹങ്കാരമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നഹു ഊഹിയ ഇലയ്യ അൻ തവാദഉ, വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ് വലാ യബ്ഗി അഹദുൻ അലാ അഹദ്, ഒരാളും മറ്റൊരാൾക്കെതിരെ പൊങ്ങച്ചം കാണിക്കാതെ
ഒരാളും മറ്റൊരാളെ ഉപദ്രവിക്കാതെ അവർക്കെതിരെ അതിർ കവിയാതെ ജീവിക്കണമെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇനി അഹബ്ബു അൻ യകൂന റിദാഇ ഹസനൻ വനഅലി ഹസനതൻ അഫമിനൽ കിബ്രി ദാലിക്. എന്റെ വസ്ത്രവും എന്റെ പാദരക്ഷയുമെല്ലാം നല്ല മേത്തരമായിരിക്കണം, നല്ല വസ്ത്രവും പാദരക്ഷയും ഒക്കെ ധരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ കിബ്റിൽ പെടുമോ, അഹന്തയിൽ പെടുമോ? ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം ചെയ്തു, ലാ, ഒരിക്കലുമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരനാകുന്നു, സൗന്ദര്യം അവൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നല്ല ഡീസന്റായി വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല ആഹാര പദാർത്ഥങ്ങളെല്ലാം കഴിച്ചുകൊണ്ട്, നല്ല ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, സൗകര്യപ്രദമായ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട്, നല്ലൊരു വാഹനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരിക്കലും അഹങ്കാരമല്ല. അല്ലാഹു തആല തന്റെ ദാസന് നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണാനാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊന്നുമല്ല കിബ്ർ. കിബ്ർ എന്നാൽ മറ്റുള്ളവരെ കൊച്ചാക്കുക, മറ്റുള്ളവരെ അവഗണിക്കുക, സത്യത്തെ ധിക്കരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ നിർവചനം. അങ്ങനെ ചെയ്യാൻ പാടില്ല, വിനയാന്വിതരായി കൊണ്ടുവേണം നിങ്ങൾ ജീവിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവസാനിപ്പിക്കുകയാണ് അല്ലാഹു തആല, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ശുഭപര്യവസാനം മുത്തഖീങ്ങൾക്കാകുന്നു. വേറായത്തിൽ കാണാം, വൽ ആഖിബത്തു ലിത്തഖ്വ, ശുഭപര്യവസാനം തഖ്വക്കാകുന്നു. നമുക്ക് അധിക വർഷവും പറ്റിപ്പോകുന്ന പറ്റെന്താണെന്ന് വെച്ചാൽ, ഖാറൂൻ മുതലാളി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ജനത അവനെ കണ്ടുകൊണ്ട് വിധി എഴുതിയതുപോലെയാണ് നാം വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമകാലികർ ജീവിക്കുന്നു ഹലാലല്ലാത്ത മാർഗത്തിൽ സമ്പാദിച്ചുകൊണ്ട്, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, അങ്ങനെ അടിച്ചു പൊളിച്ച് സുഖിച്ച് മതിച്ച് ജീവിക്കുന്നതായി നാം കാണുന്നു. വ്യക്തികൾ, കുടുംബങ്ങൾ, പല രാജ്യങ്ങൾ, സമൂഹങ്ങളൊക്കെ ആ രൂപത്തിൽ ജീവിക്കുന്നത് നാം കാണുന്നു. നാം ചിന്തിക്കുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, പലപ്പോഴും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹു തആല ഹറാമാക്കിയ മഹാപാപങ്ങൾ പോലും അനുദിനം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു. പക്ഷെ അവർക്ക് എന്ത് സുഖമാണ്, എന്തൊരു സന്തോഷത്തിലാണ്, അടപ്പരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ നോട്ടം. അവിടേക്കല്ല നോക്കേണ്ടത്. പര്യവസാനം, അവസാനം എവിടെ ചെന്നെത്തുന്നു, ഇതാണ് നോക്കേണ്ടത്. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പര്യവസാനമാണ്. വലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്കാകുന്നു പര്യവസാനം. അതാണ് നോക്കേണ്ടത്. ആ പര്യവസാനം ഈ ലോകത്ത് തന്നെ പലർക്കും അല്ലാഹു തആല കൊടുക്കും, നല്ല പര്യവസാനം കൊടുക്കും. നമുക്കറിയാം, മുഹാജിറുകളായ സ്വഹാബത്തൊക്കെ ബദറിലും ഉഹദിലും ഒക്കെ ഷഹീദായി പോയി. ഈ ലോകത്ത് നല്ല ഒരു പര്യവസാനം, നല്ല പര്യവസാനം എന്ന് പറയുമ്പോൾ ഐഹിക ജീവിതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് 10,000-കണക്കിന് സ്വഹാബത്ത് ധാരാളം വിജയങ്ങൾ ലഭിച്ചു. ഇസ്ലാമിക രാഷ്ട്രം വലിയ സമ്പൽ സമൃദ്ധമായി തീർന്നു. ആ കാലത്ത് അവർ ജീവിച്ചു. ഈ ലോകത്ത് തന്നെ നല്ല പര്യവസാനം അവർക്ക് ലഭിച്ചു. എന്നാൽ പാരത്രിക ലോകത്താകുന്നു ശരിയായ പര്യവസാനം. അത് 100% മുഅ്മിനീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും അല്ലാഹു തആല നൽകും. ഈ ലോകത്തുള്ള നല്ല പര്യവസാനം ഒരുപക്ഷെ എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നാം കർമ്മം ചെയ്യുമ്പോൾ പാരത്രികമായ വിജയവും സ്വർഗവും അള്ളാഹുവിന്റെ പ്രീതിയുമാണ് ലക്ഷ്യം വെക്കേണ്ടത്. വലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാകുന്നു ശുഭ പര്യവസാനം. വലാഖിബത്തു ലിത്തഖ്വ, തഖ്വക്കാകുന്നു പര്യവസാനം. അതുകൊണ്ട് ഇവിടെ ധിക്കാരത്തോടുകൂടി ജീവിക്കുന്നവർ, മഹാപാപങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, സത്യനിഷേധികൾ, ബഹുദൈവാരാധകന്മാർ, നിരീശ്വരന്മാർ അവരുടെ ജീവിതത്തിലേക്ക് നോക്കരുത്. കാരണം ഇത് പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷാ ഹോൾ ആണ്.
പരീക്ഷ കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരിക. ആ റിസൾട്ട് സത്യവിശ്വാസികൾക്കുള്ളതാണ്, സജ്ജനങ്ങൾക്കുള്ളതാണ്. വലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാകുന്നു ശുഭപര്യവസാനം. മൻ ജാ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ, നന്മയുമായി ആരാണ് വന്നതെങ്കിൽ അവർക്ക് അതിനേക്കാൾ ഉത്തമമായതുണ്ട്. ബറാത്തിൽ ഫലഹു അശ്റു അംസാലിഹാ, 10 ഇരട്ടിയുണ്ട് മിനിമം. വമൻ ജാ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ അല്ലദീന അമിലു സയ്യിഅതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. എന്നാൽ തിന്മകളുമായി വരുന്നവർക്ക് ആ ചെയ്ത തിന്മക്ക് അനുരൂപമായ, അതിനനുസൃതമായ ഒരു തിന്മക്ക് ഒരു ശിക്ഷ മാത്രമേ അല്ലാഹു തആല നൽകൂ. എന്നാൽ നന്മ ചെയ്യുന്നവർക്ക് മിനിമം 10 ഇരട്ടി, അത് 70ഉം 700ഉം 70നും 1000ഉം ഒക്കെയായിട്ട് ഇഖ്ലാസ് അനുസരിച്ച്, നിയ്യത്ത് അനുസരിച്ച് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നന്മകളുമായി വരുന്നവർക്കുള്ളതാകുന്നു ശുഭപര്യവസാനം, അവർക്കുള്ളതാകുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹ ഭവനമായ സ്വർഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته.